എന്നാലും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ബ്രാല് നന്നാക്കുക എന്നുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കാം, ഞാൻ അതിൻ്റെ ലിങ്ക് അതിൽ കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ ഞാൻ ഇത്ര വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, അതായത് ആ തലഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതും കുറച്ച് മീൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആക്കാനായിട്ട് ഞാനിതിൽ കൂടുതലായിട്ട് കാന്താരി മുളകാണ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നാക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പുള്ള വെള്ളത്തിലേക്കാണ് ഇട്ടിരുന്നത്. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അധികം ഉപ്പിട്ട് കൊടുക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സി ജാർ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഒന്നെങ്കിൽ നമുക്ക് അരച്ചെടുക്കണേ കൂടെ അരച്ചെടുക്കാം, അല്ലെങ്കിൽ മീനിൽ ഇട്ട് കൊടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് മീനിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇഞ്ചി ഇതേപോലെ കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് അരിഞ്ഞ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കഷ്ണാക്കി ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ നന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ അത് ഒന്ന് അരഞ്ഞ് കിട്ടിക്കോളും. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകാണ്, അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി മുളകാണ്. അപ്പോൾ ഇതിലേക്ക് എരിവ് എന്ന് പറയുന്നത് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നാരങ്ങ നീര് നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മളിതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഫൈനായിട്ട് അരച്ചെടുക്കാം. ശബ്ദം പോയിട്ടിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര മഞ്ഞൊക്കെ ആയ കാരണം ഇപ്പോൾ തൊണ്ടയ്ക്കൊന്നും അത്ര സുഖമില്ല, അത് കാരണമാണ് ഈ ശബ്ദം ഈ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി എന്ന് പറഞ്ഞില്ലേ, കാശ്മീരി മുളക് പൊടി, അത് നമുക്ക് ഇതെല്ലാം ചേർത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി അതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കളറിന് വേണ്ടി ചേർക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വറക്കുന്നതിന് കളർ കിട്ടില്ല. പച്ചമുളകും അതുപോലെ കുരുമുളകും ഒക്കെ ആകുമ്പോൾ പച്ച കളറിലാണ് ഇരിക്കുക. അപ്പോൾ അത് കാരണം കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി അരച്ചിട്ട് വരട്ടെ. അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് അരച്ചെടുത്തത്. നമ്മുടെ വെളുത്തുള്ളിയുടെ നീരിലൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ മുളകിൻ്റെയൊക്കെ നീരിലൊക്കെ അത് ഒരു ഇതായി വന്നിട്ടുണ്ട്. ഫൈനായിട്ട് അരിഞ്ഞിട്ടില്ല, ഇതുപോലെയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് മീനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നാരങ്ങ നീര് ഒഴിക്കാൻ മറക്കരുത്. ഇതുപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് നാരങ്ങ നീര്, നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 മണിക്കൂർ നേരം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഇതിനകത്ത് പിടിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാരിനേറ്റ് ആയി കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഭാഗവും നന്നായി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു തവ വെച്ച് കൊടുത്തിട്ട് ഇരുമ്പിൻ്റെ തവയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് ചൂടായി വന്നാൽ മാത്രമേ എണ്ണ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ മീനിട്ട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോരും. നന്നായി എണ്ണ കാഞ്ഞതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക. അതാണ് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു ഇതും ഇല്ല ഫ്രൈ ചെയ്യുന്നതിൽ കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് നല്ല ഇതൊക്കെ പോക, അങ്ങനെ നല്ലൊരു ഇത് വരും, സ്മെല്ലും വരും. അപ്പം നമ്മുടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത മീൻ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളുണ്ടല്ലോ നല്ല ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം. ലോ ഫ്ലെയിം അല്ല കേട്ടോ, മീഡിയം ഫ്ലെയിം ആയിട്ട്. എന്നിട്ട് അടച്ച് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ വെന്ത് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും.
നമ്മൾ പറഞ്ഞു ഈ മീനിന് അത്യാവശ്യം ചെറിയ മീനായ കാരണം തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല. അരിഞ്ഞിട്ടല്ല നമ്മൾ വെപ്പിക്കണം. ഒന്നാമത്തെ ബ്രാല് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പെട്ടെന്ന് ചുരുങ്ങി ഈ കാണുന്ന പവറൊന്നും ഉണ്ടാവില്ല. ആള് ചുരുങ്ങി ഇങ്ങനെ ചെറിയ പീസായിട്ട് മാറും. പക്ഷെ ബ്രാല് അങ്ങനെയാണ് നമ്മൾ വറുക്കുക. അതുപോലെ വെയിലത്ത് വെച്ച് വാട്ടിയിട്ട് വറുക്കുന്ന മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് പാകത്തിന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. നമ്മളിത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം. ഒരു 5 മിനിറ്റ് നേരം മതിയാവില്ലേ? 5 മിനിറ്റ് നേരമൊക്കെ മതിയാവും. ഇതിൻ്റെ ആ ഒരു പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ ഒന്ന് കുറയുമ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് തുറന്നു നോക്കുക. അല്ലാണ്ട് അടച്ചു വെച്ചിട്ട് അതേപോലെ അങ്ങനെ ഇരിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് മീൻ വറക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം, നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ഞാൻ വളരെ എളുപ്പത്തിൽ കറി വെക്കുന്ന ഒരു ഇത് പറയാം. ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ കുട്ടനാടൻ കറി വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പൊ നമ്മൾ ഇതില് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതൊക്കെ. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ മുളക് തന്നെയാണ്. അത്യാവശ്യം എരിവുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്ര എരിവൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണം നല്ല എരിവുണ്ട്. ഞാൻ 4 എടുത്തിട്ടുള്ളൂ. അതുപോലെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കാം. ഇത് അധികം മീനൊന്നും ഇല്ല. അപ്പൊ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 4-5 ചുവന്നുള്ളി എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാനൊരു 5 കുടംപുളി എടുത്തിട്ടുണ്ട്. ചെറുതാണ്, ഒരുപാട് വലുതല്ല. അപ്പൊ കുടംപുളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ കുറയ്ക്കൊക്കെ ചെയ്യണം. നമ്മൾ ചെറിയ കുടംപുളിയാണ്. അപ്പൊ അത് കുടംപുളി എടുക്കുമ്പോൾ എന്നും പറയണ പോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനിയിപ്പോ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. അപ്പൊ നമ്മൾ എണ്ണ നന്നായി കാഞ്ഞിട്ട് നമ്മൾ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറച്ചിടാൻ നല്ല എളുപ്പത്തിൽ മറച്ചിടാൻ പറ്റും കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒട്ടി പിടിക്കാന്നുള്ളൊരു പ്രശ്നമില്ല. നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മീനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടും. അതൊക്കെ നല്ല മറച്ചു പറഞ്ഞു. വറുത്തതൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കറിയുടെ കാര്യം പറഞ്ഞു ഞാൻ. അപ്പൊ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിൽ ചുമന്നുള്ളി ഇട്ടുണ്ട്. അതുപോലെ തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പ്, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ തക്കാളി നന്നായിട്ട് ഉടയണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരും. നമ്മുടെ കറി എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഞാനിപ്പോൾ അതിലേക്ക് ഒരു ചെറിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് ഇപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ നാളികേരം ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇത്രയും നാളികേരം ഞാൻ പാലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വറുത്തത് ചെയ്ത മിക്സി ജാർ ഉണ്ടല്ലോ, അതിനകത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചെല്ലാം ഒരു ഇതുണ്ട്. ഞാനത് കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റ്, അതായത് ഒരുപാട് അതൊന്നും ചേർക്കരുത്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും ആർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പല്ല. അപ്പൊ അരച്ചെടുത്തതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ കഴുകാത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത പിന്നെ കറിയുടെ വേറെ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കറിയായി മാറും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ടീസ്പൂണിലെ
ആ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുതിർത്തി വെച്ചിരുന്ന കുടംപുളിയും ഇതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും നന്നായി പുളിയും ഇതൊക്കെ പിടിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കുടംപുളിയും അത് ചേർത്ത വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. മീൻ നന്നായി തിളപ്പിച്ചതിന് ശേഷം അരപ്പ് ചേർത്താലും മതി. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാറുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴാണ് മീൻ കറിക്ക് അതിൻ്റെതായി ടേസ്റ്റ് വരിക കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ബാക്കി നാളികേരത്തിൻ്റെ പാലും കൂടി ഒഴിച്ചിട്ട് എടുക്കാം നമുക്ക്. അപ്പം നമ്മൾ ആ ബാക്കി വെച്ചിരുന്ന നാളികേരത്തിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണിത്. നാളികേരം പാല് ഫസ്റ്റ് പാല് സെക്കൻഡ് പാലൊന്നും ഇല്ല, മൊത്തത്തിലുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസാക്കണില്ല. ഇനി നമുക്കിതൊന്നായി വരുമ്പോൾ ഒന്ന് കട്ടിക്ക് വന്നോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറിയ തോതിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കി നമ്മുടെ കറി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതും കൂടി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയത് പറയാം. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും, ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് മാറ്റി ഉള്ളി കാച്ചാം. അപ്പം നമ്മളന്ന് കുട്ടനാടൻ കറിയിൽ കടുക് വറുക്കാന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കിതിൽ ഉള്ളി കാച്ചാം കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും അതുപോലെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ മീൻ കറി ഉണ്ടല്ലോ, ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ടൈമിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ കറിവേപ്പിലയുടെ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. അപ്പം ഇത്രയുള്ള പരിപാടി കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. നമുക്ക് ഉള്ളി കാണിക്കാം. ഇത്ര പരിപാടിയുള്ളൂ. വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര പരിപാടിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല കുടംപുളി ഇട്ട വരാല് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്